ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു ചെടിയിൽ വേര് പിടിപ്പിക്കാൻ വേണ്ട റൂട്ടിൻ ഹോർമോൺ നമുക്ക് എളുപ്പം വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. പലരും സിന്തറ്റിക് ആയിട്ടുള്ള റൂട്ടിൻ ഹോർമോൺ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ പലരും ചെടികൾക്ക് വേരെടുപ്പിക്കാറുള്ളത്. അപ്പം വീട്ടിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് സിന്തറ്റിക് അല്ലാത്ത നമ്മൾ നാച്ചുറൽ ആയിട്ട് നമുക്ക് റൂട്ടിൻ ഹോർമോൺ ഉണ്ടാക്കാം എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. ുണ്ടെങ്കിൽ തന്നെ അവർ പലപ്പോഴും സിന്തറ്റിക്കിന് പുറകെയാണ് പോകാറ്. എന്നാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള പല സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് റൂട്ടിൻ ഹോർമോൺ തയ്യാറാക്കാം. എന്താണ് റൂട്ടിൻ ഹോർമോൺ എന്ന് നമുക്ക് മനസ്സിലാക്കാം. റൂട്ടിൻ ഹോർമോണുകൾ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഹോർമോണുകളിലെ ഒരു പ്രധാന ഘടകമാണ് റൂട്ടിൻ ഹോർമോൺ. സാധാരണ എല്ലാ ചെടികളും റൂട്ടിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഓട്സിനാണ് ഇത്തരം ചെടികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു റൂട്ടിൻ ഹോർമോൺ. പല റൂട്ടിൻ ഹോർമോണും സിന്തറ്റിക് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. പൗഡർ രൂപത്തിലാണ് ഇപ്പോൾ ഒട്ടുമിക്ക കടകളിലും റൂട്ടിൻ ഹോർമോണുകൾ ലഭ്യമാറ്. പക്ഷെ നമ്മൾ പൗഡർ രൂപത്തിലുള്ള റൂട്ടിൻ ഹോർമോൺ മേടിക്കുമ്പോൾ മിക്കതിലും റൂട്ടിൻ ഹോർമോണിന്റെ ഘടകങ്ങൾ ഉണ്ടോ എന്ന് സംശയമാണ്. പേരെടുത്ത് ഞാൻ പറയുന്നില്ല, പലതരം പ്രോഡക്റ്റുകളും വേണ്ടത്ര മികവ് പുലർത്താറില്ല. 90% ചോക്ക് പൗഡറും പിന്നെ ഒരു 10% മാത്രമേ ഈ റൂട്ടിൻ ഹോർമോൺ ആയിട്ടുള്ള ഓക്സിൻ കണ്ടന്റുകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്തരം ഓക്സിജൻ കണ്ടന്റുകൾ കുറഞ്ഞ പൗഡറുകൾ മേടിച്ച് നമ്മൾ ചെയ്യുന്ന വഴി മിക്കപ്പോഴും നമുക്ക് വിചാരിച്ച ഫലം ലഭിക്കാറില്ല. എന്നാൽ ഒട്ടുമിക്ക പൗഡറുകളും ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് കിട്ടാറ്. അപ്പം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാവാം നമുക്ക് കയ്യിൽ കിട്ടുന്നത്, എന്നാൽ നല്ല കമ്പനി അല്ലായിരിക്കാം. പല ഘടകങ്ങളുണ്ട്. ഒട്ടുമിക്ക ചെടികളും നമ്മൾ മണ്ണ് കുഴിച്ചിട്ട് അതിന് വേര് പിടിച്ചു വരുന്നവയാണ്. ചെമ്പരത്തി, നമ്പ്യാർവട്ടം അങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ മണ്ണിൽ കുത്തി കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് അതിന്റെ റൂട്ടിൻ ഹോർമോൺ ആയിട്ടുള്ള ഓക്സിജൻ ചെടികൾ ഉൽപ്പാദിപ്പിക്കുക, റൂട്ട് പ്രൊമോട്ട് ചെയ്യും. അതിന് വേറെ നമ്മൾ പുറമേ നിന്നൊരു റൂട്ടിൻ ഹോർമോൺ കൊടുക്കേണ്ട ഒരു ആവശ്യം അതിന് വരുന്നില്ല. പക്ഷേ ചില സെമി ഹാർഡ് വുഡ് അല്ലെങ്കിൽ ഹാർഡ് വുഡുകളൊക്കെ വേര് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറമേ നിന്ന് ഒരു റൂട്ടിൻ ഹോർമോൺ അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത്തരം ചെടികൾക്ക് റൂട്ട് വരുള്ളൂ. അപ്പൊ നമുക്ക് റൂട്ടിൻ ഹോർമോൺ ആക്കി ഇത്തരം അവസ്ഥയിൽ ആവശ്യമാണ്. അപ്പൊ എങ്ങനെ നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് റൂട്ടിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ നോക്കാം. നമ്മൾ പുറമേ നിന്ന് നല്ല ബ്രാൻഡ് റൂട്ടിൻ പൗഡർ മേടിക്കാൻ അത്യാവശ്യം വിലയുണ്ട്. 500 രൂപയ്ക്ക് മുകളിൽ റൂട്ടിൻ ഹോർമോൺ വിലയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഓക്സിജൻ കണ്ടന്റ് കൂടിയ റൂട്ടിൻ പൗഡറൊക്കെ ആണെങ്കിൽ അതിന് അത്രയും വില അതിന് വരുന്നുണ്ട്. പൗഡർ രൂപത്തിൽ നമുക്ക് 30 രൂപ 40 രൂപയ്ക്ക് കിട്ടുന്ന പല പൗഡറുകളും വേണ്ടത്ര ഒരു ഗുണനിലവാരം പുലർത്താറില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഫുള്ളായിട്ട് റൂട്ടിൻ ഹോർമോൺ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറ്റാർവാഴയുടെ ഇലയാണ്. ഒരു കറ്റാർവാഴയുടെ ഇല എടുക്കുക. കൂടാതെ നമുക്ക് വേണ്ടത് കുറച്ച് കറുവപ്പട്ടയാണ്. അതിനുശേഷം വേണ്ട കാര്യം അല്പം തേനാണ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ല റൂട്ടിൻ ഹോർമോൺ തയ്യാറാക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കറ്റാർവാഴയുടെ ഇല എടുത്തിട്ട് അതിന്റെ എല്ലാ ഭാഗത്തുള്ള പച്ചത്തൊലി നമ്മൾ നീക്കം ചെയ്യാം. ഇങ്ങനെ പച്ചത്തൊലി നീക്കം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ജെല്ല് കിട്ടും. നല്ല അത്യാവശ്യം നല്ല വഴുവഴുപ്പുള്ള ഈ ജെല്ല് കിട്ടും. ഈ ജെല്ല് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് ഇത് ഒരു ജെല്ല് പോലെ രൂപത്തിൽ അരഞ്ഞെടുത്ത ശേഷം ഇത് നമ്മൾ വേറെ പാത്രത്തിൽ മാറ്റി വെക്കുക. ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കറുവപ്പട്ട നമുക്ക് 1 ടീസ്പൂൺ അളവ് കിട്ടുന്ന എത്രത്തോളം നമ്മൾ പൊടിക്കണോ അത്രയും നമ്മൾ പൊടിച്ചെടുക്കുക. ഇങ്ങനെ 1 ടീസ്പൂൺ കറുവപ്പട്ട എടുത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്ത വേണ്ട നമുക്ക് തേനാണ്. തേന് 1 ടീസ്പൂൺ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. ഇങ്ങനെ ഈ 3 സാധനങ്ങൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരിക്കലും മിക്സിയിലിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മളിത് പാത്രത്തിലിട്ട് ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കഴിഞ്ഞ ശേഷം ഏകദേശം 1 മിനിറ്റോളം നമ്മളിത് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി മിക്സ് ആയി കഴിഞ്ഞ ശേഷം ഇത് നമുക്ക് റൂട്ടിൻ ഹോർമോണായിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ ഒരു നെഗറ്റീവ് വശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ശേഷം നമുക്ക് അന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കണം. വേറൊരു ദിവസത്തേക്ക് ഇത് വെക്കാൻ പറ്റില്ല എന്നാണ് ഇതിന്റെ ഒരു ന്യൂനതയായിട്ട് ഞാൻ കാണുന്നത്. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്ന് തന്നെ ഉപയോഗിക്കുക. വീണ്ടും നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ വീണ്ടും ഉണ്ടാക്കുക. അങ്ങനെ ഒരു ന്യൂനത മാത്രമേ ഇതിനുള്ളൂ. നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്ത സാധനം നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത ശേഷം എന്ത് തരം കമ്പാണോ വേര് പിടിപ്പിക്കേണ്ടതുള്ളത് ആ സാധനം നമ്മൾ ഈ റൂട്ടിൻ ഹോർമോൺ നമ്മളൊരു 10 മിനിറ്റ് വരെ ഇതിൽ മുക്കി വെക്കുക. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റ് വരെ ഈ മിശ്രിതത്തിൽ നമ്മൾ ഈ കമ്പ് മുക്കി വെക്കുമ്പോൾ ഈ കമ്പിന്റെ മുറി ഭാഗത്തെല്ലാം ഈ റൂട്ടിൻ ഹോർമോൺ നന്നായിട്ട് ഇഴകി ചേരുകയും അവിടെയുള്ള കോശങ്ങളിലെല്ലാം റൂട്ടിൻ ഹോർമോൺ ഓക്സിജനായിട്ടുള്ള പല റൂട്ടിൻ ഹോർമോൺ മിക്സ് ആവുകയും ആ ചെടിക്ക് ആ കമ്പിന് വേര് പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ 10 മിനിറ്റ് നേരത്തോളം നമ്മൾ ഇതിൽ മുക്കി വെച്ച ശേഷം ഈ കമ്പ് എടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഏതെങ്കിലും പോട്ടി മിശ്രിതം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് നടാവുന്നതാണ്. അങ്ങനെ നേരത്തെ നമ്മൾ പോട്ടി മിശ്രിതം ഒന്നും റെഡിയാക്കി വെച്ചിട്ടില്ലേ നമുക്ക് ചകിരിച്ചോറ്, അല്പം കമ്പോസ്റ്റ്, അല്പം മണ്ണ്, ഇങ്ങനെ 3 സാധനങ്ങളും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു ചട്ടിയിൽ നിറച്ച ശേഷം പോട്ടി മിശ്രിതം തയ്യാറാക്കാം. ഈ പോട്ടി മിശ്രിതത്തിലാണ് നമ്മൾ ഈ കമ്പുകൾ നടേണ്ടത്. എന്നിട്ട് ഇത് നമ്മൾ ഒരിക്കലും വെയിലത്ത് വെക്കാൻ പാടില്ല. പലപ്പോഴും ചെയ്യുന്ന മിസ്റ്റേക്കാണ് വേര് പിടിപ്പിക്കേണ്ട കമ്പുകളെല്ലാം വേര് പിടിപ്പിക്കാൻ വേണ്ടി റൂട്ടിൻ ഹോർമോൺ പുരട്ടിയ ശേഷം വെയിലത്ത് വെക്കും. അങ്ങനെ നമ്മൾ ഒരിക്കലും വെയിലത്ത് വെക്കാൻ പാടില്ല. എപ്പോഴും വേര് പിടിപ്പിക്കേണ്ട ചെടികളും സാധനങ്ങളെല്ലാം നമ്മൾ തണലത്ത് വെക്കുക. അപ്പോൾ തണലത്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ചെടിക്ക് അതിനുള്ള ജലാംശം നഷ്ടപ്പെടാതിരിക്കുള്ളൂ. പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് വെയിലത്ത് വെക്കും. വെയിലത്ത് വെക്കുമ്പോൾ എന്ന് സംഭവിച്ചാൽ ഉഷ്ണം കാരണം ആ തണ്ടിലുള്ള ജലാംശം എല്ലാം നഷ്ടപ്പെടും. ജലാംശം നഷ്ടപ്പെടും, ചെടി ഉണങ്ങിപ്പോവും.
ചട്ടിയിൽ വെച്ച ശേഷം അതിന്റെ മുകളിലൂടെ നമ്മളൊരു പോളിത്തീൻ കവർ ഇട്ട് മൂടി വെക്കുക. ഇങ്ങനെ പോളിത്തീൻ കവർ മൂടി വെക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഹൗസ് പ്രതീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഗ്രീൻ ഹൗസ് പ്രതീതി കിട്ടുമ്പോൾ ആവശ്യമുള്ള ഹ്യൂമിഡിറ്റി കിട്ടും. ഹ്യൂമിഡിറ്റി വേര് പിടിക്കാൻ വേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ്. ആ ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പല ചെടികളും വേര് പുറപ്പെടുവിക്കാറുള്ളൂ. അപ്പം നമ്മുടെ ചില സീസണുകളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ചെടികളിലൊക്കെ ഓട്ടോമാറ്റിക് വേരൊക്കെ തണ്ടുന്നൊക്കെ ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ചെടികളിൽ ഓട്ടോമാറ്റിക്കായിട്ട് വേരുകളൊക്കെ പുറത്തേക്ക് വരും, ഓക്സിജന്റെ ഉൽപ്പാദനം കൂടും. അതൊക്കെയാണ് സംഭവം. അപ്പം നമ്മൾ ഇങ്ങനെ തണലത്ത് വെച്ച ശേഷം ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി വെക്കുക. ഇങ്ങനെ നമ്മളൊരു 15 ദിവസം കഴിഞ്ഞ് ശ്രദ്ധിച്ചു കഴിഞ്ഞ് ചെടികളിൽ ചെറിയ ഇലകളൊക്കെ വരുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഇലകൾ വരുന്നത് നമ്മുടെ റൂട്ട് ഏകദേശം ഡെവലപ്പായി വരുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ്. പക്ഷെ ചില സസ്യങ്ങളിൽ റൂട്ട് വന്നിട്ട് തെഴുത്തൊക്കെ വരാറുണ്ട്. അതിന് കാരണം അതിന്റെ ഓൾറെഡി സ്റ്റോർ ചെയ്ത കാർബോഹൈഡ്രേറ്റുകൾ അത് ഉപയോഗിച്ചിട്ട് വീണ്ടും ഇലകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണമാണ്. അപ്പൊ നമ്മൾ ഒന്നും കൂടി വെയിറ്റ് ചെയ്യുക. ഒരിക്കലും നമ്മൾ മറ്റു ചട്ടികളിലേക്ക് ഈ സമയത്ത് മാറ്റി നടാൻ പാടില്ല. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള വേര് പൊട്ടിപ്പോകാനും പിന്നീട് അതിന് വേര് വരാതിരിക്കാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ സാധനം വീണ്ടും വെയിറ്റ് ചെയ്യുക. വീണ്ടും 15 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുക. വെള്ളം ചട്ടിയിൽ കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ നനച്ചു കൊടുക്കുക. പലരും ഓവറായിട്ട് വെള്ളം ഒഴിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. റൂട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചട്ടി വെച്ചിരിക്കുന്ന സാധനത്തിന് ഓവറായിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇപ്പം മണ്ണ് ഡ്രൈ ആവാൻ അനുവദിക്കാത്ത രീതിയിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ചെടിയുടെ മുകളിൽ തട്ടുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ ഫംഗസ് വരാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഫംഗസ് വന്നു കഴിഞ്ഞിട്ട് തണ്ട് ഉണക്കം സംഭവിക്കും. ഹ്യൂമിഡിറ്റി ഓവറായിട്ട് കിട്ടിക്കഴിഞ്ഞാലും ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കമ്പുകളൊക്കെ ഉണക്കം വരാൻ ചാൻസ് ഉണ്ട്. ഞാറ്റുവേല സമയത്ത് റൂട്ടിംഗ് ഹോർമോണിന്റെ ആവശ്യമില്ല. കമ്പെടുക്കുക, മുറിക്കുക, ചട്ടി കുത്തുക, തണലത്ത് വെക്കുക. കൊറോണയുടെ സമയത്തൊക്കെ ഞാൻ വേരെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ നാച്ചുറലായിട്ട് റൂട്ടിംഗ് ഹോർമോണാണ്. ഫംഗസിന്റെ ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ കറുവപ്പട്ടയുടെ പൊടി മിക്സ് ചെയ്യുന്നത്. ഈ കറുവപ്പട്ടയുടെ പൊടി മിക്സ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ചെടികൾ പരിചരിക്കുന്നവർക്ക് അറിയാൻ പറ്റും. പലരും അവർക്കുള്ള മുറിപ്പാടിലൊക്കെ ചെയ്ത് കൊടുക്കുന്ന സംഭവമാണ് കറുവപ്പട്ടയുടെ പൊടി കൊടുക്കുന്ന സിനമൺ പൗഡർ. പിന്നെ നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ തേനും ചേർക്കുന്നത്. അപ്പോൾ കറ്റാർവാഴ ജെല്ലിൽ ഓക്സിജനും ബാക്കി 2 കണ്ടന്റ് കൂടി ചേരുമ്പോൾ മാത്രം നമുക്ക് വിജയം പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം കറ്റാർവാഴ മാത്രം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗസ് വന്നോ അല്ലെങ്കിൽ ബാക്ടീരിയ വന്നിട്ടോ ഉണങ്ങി പോകാനോ ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ആ ചാൻസ് കുറയ്ക്കാനും ജയിക്കാനുള്ള ചാൻസ് കൂടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 കണ്ടന്റ് കൂടി കറ്റാർവാഴയിൽ മിക്സ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു 85% നമുക്ക് വിജയ സാധ്യതയുണ്ട്. നമ്മൾ വേരെടുപ്പിക്കാൻ വെച്ച എല്ലാ തണ്ടുകളും നമുക്ക് ഒരിക്കലും വിജയിച്ചിട്ടില്ല. നമ്മൾ സിന്തറ്റിക് ആയിട്ട് വെച്ചാലും 100% നമുക്ക് വിജയിച്ചിട്ടില്ല. അത് നമുക്ക് ഒരു 85% നമുക്ക് ഉപയോഗിക്കുന്ന വഴി നമുക്ക് വിജയിച്ച് കിട്ടും. അപ്പോൾ 10 എണ്ണം നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 8 എണ്ണം നമുക്ക് വേരെടുപ്പിച്ചിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഹോർമോൺ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും കാണുക. അധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് റൂട്ടിംഗ് ഹോർമോൺ. ചെടികൾ നടുന്ന ഒരാൾക്ക് എന്തായാലും വീട്ടിൽ ആവശ്യം വേണ്ട ഒരു സാധനം. വളരെ സിമ്പിളായിട്ട് നാച്ചുറലായിട്ട് സിന്തറ്റിക് അല്ലാത്ത ഒരു റൂട്ടിംഗ് ഹോർമോൺ വീട്ടിൽ തയ്യാറാക്കാം. ഈ 3 സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാം. മുരിങ്ങ നല്ലവണ്ണം പൂക്കുന്നു, കായാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിരുന്നു. അപ്പം മുരിങ്ങ എപ്പോഴും ഒരു വരണ്ട കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് മുരിങ്ങ. അപ്പം മുരിങ്ങയ്ക്ക് എപ്പോഴും വരണ്ടൊരു കാലാവസ്ഥ ഇഷ്ടം. നമ്മൾ എപ്പോഴും നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുരിങ്ങയ്ക്ക് കായ പിടിക്കാനുള്ള ടെൻഡൻസി കുറയുന്ന ഒരു സാധനം കാണാറുണ്ട്. അപ്പം ഈ വരണ്ട കാലാവസ്ഥയിലേക്കാണ് സാധാരണ മുരിങ്ങ പൂവിടാറും കായ്ക്കാറൊക്കെ ചെയ്യുന്നത്. അപ്പം നനയ്ക്കും അതുപോലെ വളമൊക്കെ ഒരുപാട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നൈട്രജൻ അടിക്കാൻ വളമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുരിങ്ങ സാധാരണ പൂവ് ഇടുന്നതൊക്കെ കുറയ്ക്കാറുണ്ട്. ഒരുപാട് ഇലകൾ മുരിങ്ങയിൽ വളർന്നു വരും. അപ്പം ഇലയുടെ ആവശ്യത്തിനൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുരിങ്ങയ്ക്ക് ധാരാളം നനയ്ക്കുകയും ചെയ്യാം. അതുപോലെ നൈട്രജൻ അടങ്ങിയ വളം ഇട്ട് കൊടുക്കാം. പക്ഷെ നമ്മൾ നൈട്രജൻ അടങ്ങിയ വളം കുറച്ചിട്ട് ഫോസ്ഫറസ് അടങ്ങിയ വളമൊക്കെ കുറച്ച് അപ്ലൈ ചെയ്യുക. പിന്നെ വെള്ളം ഒഴിക്കുന്നതൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക. പിന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും മുരിങ്ങ ധാരാളം പൂവ് ഉണ്ടാവും. പൂവ് കായായി മാറും. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുക. പലർക്കും പുതിയ അറിവ് കിട്ടിയതിൽ ഒരുപാട് പേര് സന്തോഷം അറിയിച്ചിട്ടുണ്ട്. ചെടി പൂക്കാൻ വേണ്ടി നമ്മളൊരു കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് പലർക്കും സംശയമുള്ളത് എന്താ വെച്ചാൽ വേരിലോട്ടാണ് സ്പ്രേ ചെയ്യണോ അതോ ചെടിയിലേക്കാണ് സ്പ്രേ ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് ചെടിയുടെ ഇലകൾ മൊത്തം നനയുന്ന രീതിയിലാണ് സ്പ്രേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മണ്ണിലേക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചെടിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ചെടി വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കും. അതുകൊണ്ടാണ് ചെടിയിലേക്ക് സ്പ്രേ ചെയ്യാൻ പറഞ്ഞത്. മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് അബ്സോർബ് ചെയ്തെടുക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടാവും. ഇലയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടിക്ക് വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്തിട്ട് ആഹാരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ആ വീഡിയോ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.